അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം എപ്പോൾ വേണമെങ്കിലും നടക്കാം. ഇത് 2-3 ദിവസമായിട്ട് നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ കേൾക്കുന്നത് ഇറാന് നേരെ പരിമിതമായ ആക്രമണം പരിഗണനയിൽ. ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. സർ, എങ്ങനെയാണ് വിലയിരുത്തുക? അതായത് ആക്രമണം ഉണ്ടാവും എന്നുള്ള കാര്യം ഏതാണ്ട് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്, BBC അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ BBC ഇപ്പോൾ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ പരിമിതമാവുന്നൊന്നും അവർ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, രണ്ടാമത്തെ വിമാനവാഹിനി ജെറൽഡ് ഫോർഡ്, ആ വിമാനവാഹിനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഗൾഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉദ്ദേശിച്ച ഗുണം ആ വിമാനവാഹിനി കൊണ്ട് കിട്ടുമോ എന്നുള്ള സംശയം ഉണ്ട്. അതുകൊണ്ടാണ് മറ്റേ USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പരിമിതമായ യുദ്ധം എന്ന് പറഞ്ഞാൽ കുറച്ച്, നേരത്തെ 12 ദിവസമാണ് നടന്നത്, അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന യുദ്ധമായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ എവിടെയൊക്കെ ആയിരിക്കും ആക്രമിക്കുക അമേരിക്ക എന്നുള്ളതിനെ പറ്റി നമുക്ക് ധാരണയൊക്കെ ഉണ്ട്. ആണവ നിലയം, മറ്റേ കേന്ദ്രങ്ങൾ, നിലവറകൾ എന്നൊക്കെ അറിയാം. പക്ഷേ ഇതിൻ്റെ ഫലം എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അത് ട്രംപിനെ വല്ലാതെ അലട്ടുന്നൊരു കാര്യമല്ല, ട്രംപിൻ്റെ സ്വഭാവം വെച്ചിട്ട്. പക്ഷെ ഇതിൻ്റെ ബലം എന്ത് എന്ന് ചോദിച്ചപ്പോൾ BBC 7 സെനാറിയോസ്, 7 തരത്തിൽ ഇത് ബാധിക്കാം എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യങ്ങൾ, ആക്രമിക്കുന്നത് IRGCയുടെ താവളങ്ങൾ, പട്ടാളത്തിൻ്റെ മിസൈൽ കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ, ഇതൊക്കെ കടലിൽ നിന്നായിരിക്കും ആക്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ വിമാനവാഹിനിയിൽ നിന്ന്. അതാണ് ഈ രണ്ടാമത്തതും കൂടി വരാൻ എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച പകുതിയൊക്കെ ആവുമ്പോൾ അതെത്തും കടലിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഭരണകൂടം വേണമെങ്കിൽ മുമ്പ് ഇറാഖിലും ലിബിയയിലും ഇത് ചെയ്തിട്ടുണ്ട്, ഭരണകൂടത്തിനെ അട്ടിമറിച്ചിട്ടുണ്ട്, അങ്ങനെ ആക്രമിച്ചിട്ട്. പക്ഷെ പിന്നീട് ആ രാജ്യങ്ങൾ അൺസ്റ്റേബിൾ ആയിരുന്നു, അസ്ഥിരമായിരുന്നു. അങ്ങനെ അസ്ഥിരമാകാൻ സാധ്യതയുണ്ട് ഇറാൻ. 2, ഭരണകൂടം അതിജീവിക്കും, പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ മാറി എന്ന് വരും. കാരണം ഇതിൻ്റെ ഹൂത്തികൾ തുടങ്ങിയ ഇവരുടെ നിഴൽ സേനകൾ ഉണ്ടല്ലോ ഇറാൻ, അവർക്കൊക്കെ ശക്തി കുറയും. മിസൈൽ ഇവരുടെ പദ്ധതികൾ, അതുപോലെ ആണവ സമ്പുഷ്ടീകരണം, ഇതൊക്കെ കുറയ്ക്കേണ്ടി വരും ആ സമയത്ത്. ഈ പ്രക്ഷോഭകരെ അടിച്ചമർത്തൽ, ജനങ്ങളെ അടിച്ചമർത്തൽ, ആ സാധനങ്ങളൊക്കെ നിൽക്കും. വെനസ്വേലൻ മാതൃകയായിരിക്കും അത്. ആ വെനസ്വേലൻ മാതൃകയാണ് ഈ പരിമിതം എന്ന് പറയുന്നത്. അതൊരു സാധ്യത മാത്രമാണ്, 7 സാധ്യതകളിൽ 1 മാത്രം. അപ്പൊ പരിമിതമായ മാറ്റം ഇറാനിൽ ഉണ്ടാകുന്നു. ഖമനയുടെ സിസ്റ്റം അതിജീവിക്കുന്നു. മേജർ റിഫോംസ്, വലിയ പരിഷ്കാരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. തൽക്കാലത്തേക്കൊരു നേതാവ് മാറുന്ന ഒരു പരിപാടി അതുകൊണ്ടുണ്ടാകുന്നു. മൂന്നാമത്തത്, തകരുന്നു ആക്രമണത്തിന് ശേഷം, പക്ഷെ പട്ടാളം ഭരണം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു സാധ്യത. അതായത് അവിടുത്തെ പട്ടാളം രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പട്ടാളമാണ്. ചൈനയിലും പട്ടാളം ബിസിനസ് ചെയ്യുന്നു, പാകിസ്ഥാനും സെയിമാണ്. അതെ, പാകിസ്ഥാനിലും അങ്ങനെയാണ്. അപ്പോൾ പ്രക്ഷോഭം വലിയ മാറ്റമൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല ഇറാനിൽ. ആളുകൾ മുഴുവൻ റോഡിലിറങ്ങിയത് കൊണ്ടൊന്നും ഖമനയുടെ സിസ്റ്റത്തിനെ മുറിപ്പെടുത്താനൊന്നും അതിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പട്ടാളം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പരിമിതമായ യുദ്ധത്തിന് ശേഷം ഖമനൈ വീഴ്ന്നു കഴിഞ്ഞാൽ പട്ടാളം വരാം. 4ാമത്തെ കാര്യം, പ്രത്യാക്രമണം, ഇറാൻ തിരിച്ചടി. അതായത് ഞങ്ങളുടെ വിരൽ കാഞ്ചിയിൽ തന്നെ എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കാഞ്ചിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഷിപ്പിങ്ങിന് അത് കൂടി പോകുന്ന ടാങ്കറുകളെയൊക്കെ ആക്രമിച്ചു എന്ന് വരും. അപ്പോൾ ഇറാനും ഒമാനും ഇടയിലാണ് ഹോർമുസ് കടലെടുക്ക് പാത ഇരിക്കുന്നത്, കപ്പൽ പാത. ലോകത്തിലെ 5-1 എണ്ണയും ഗ്യാസും അതുവഴിയാണ് പോകുന്നത്. മൊത്തം ചരക്കിൻ്റെ 20% അതിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ ആഗോള എണ്ണ വിപണിയെ വല്ലാതെ അത് ബാധിക്കും. അതടച്ചു കഴിഞ്ഞാൽ 1980കളിൽ ഇറാൻ ആ ഭാഗത്ത് മൈനുകൾ സ്ഥാപിച്ചിരുന്നു, കുഴി ബോംബുകൾ ഹോർമുസിൽ. ഇറാഖ് യുദ്ധകാലത്തും അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഇറാന്റെ തന്നെ, പക്ഷെ ഹോർമുസ് അടച്ചു കഴിഞ്ഞാൽ അത് ഇറാന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും.
ആറാമത്തത് ഒരു നാവിക യുദ്ധം. ഒരു കപ്പലിനെ, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ പലതുണ്ടല്ലോ, വിമാനവാഹിനിയോ ഒക്കെ, ഇതിനെ ഡ്രോണുകൾ കൊണ്ടും ഫാസ്റ്റ് ബോട്ടുകൾ കൊണ്ടും വേഗമുള്ള ബോട്ടുകൾ കൊണ്ടും സ്വാം അറ്റാക്ക് വഴി മുക്കുക. അങ്ങനെ അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ മുക്കിക്കഴിഞ്ഞാൽ സംഘർഷം കൂടും. അങ്ങനെ ഒരു സാധ്യത. അവസാനത്തെ സാധ്യത ഭരണകൂടം വീഴുന്നു ഖമനയുടെ. പിന്നെ അരാജകത്വത്തിലേക്ക് പോകുന്നു ഇറാൻ. നേതൃത്വം പോകുന്നു, പക്ഷെ പകരം അധികാരം ഏറ്റെടുക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ 9.3 കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഇത് അരാജകത്വത്തിലേക്ക് പോകുന്നുള്ള കാര്യം അവിടെ എത്നിക് മൈനോറിറ്റീസ് ഉണ്ട്, ചെറിയ ചെറിയ ന്യൂനപക്ഷങ്ങൾ, കുർദുകള്, ബലൂജികള്, അസർബൈജാനികള്, ചില മേഖലകളിൽ അവരൊക്കെ സ്വന്തമായി ആ മേഖലകൾ ഭരിക്കാൻ തുടങ്ങും. പിന്നെ റെഫ്യൂജി ക്രൈസിസ്, അഭയാർത്ഥികൾ ഒഴുകാൻ തുടങ്ങും പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലേക്ക്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഉണ്ടാകാം. അപ്പോൾ ആക്രമണം ഉണ്ടാകും എന്നുള്ളത് കാര്യത്തിൽ എല്ലാവരും ഒരു സമവായമുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ വിമാനവാഹിനി എല്ലാ ദിവസവും ഇപ്പോൾ അവാക്സ് 40% അവാക്സ് 6 അവിടെ വന്നു കഴിഞ്ഞു ഗൾഫിൽ. ഇതൊക്കെ വരുന്നതൊക്കെ ശരിക്കും യുദ്ധത്തിന് ഈ വീക്കെൻഡിൽ വേണമെങ്കിൽ, നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അടിക്കാം എന്നാണ് CNN ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇടയ്ക്ക് ഇറാൻ ഒരു വ്യോമാഭ്യാസ പ്രകടനം നടത്തി. ആ സമയത്ത് ധാരാളം മിസൈലുകളൊക്കെ ഈ സമുദ്രമേഖലയിലൊക്കെ നിക്ഷേപിക്കുന്ന പോലെ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമുദ്രത്തിന്റെ ഏത് മേഖലയിലും ആക്രമണം നടത്താമെന്ന് ഇറാൻ എന്ന് കാണിക്കുകയാണ് അമേരിക്കയെ. അതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ഈ ഒട്ടുമിക്ക വ്യാപാര കപ്പലുകളും കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ 20% എണ്ണ വ്യാപാരം നടക്കുന്നത് ഇതുവഴിയാണ്. അതുകൊണ്ടായിരിക്കുമോ ട്രംപ് ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുന്നതൊന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ പരിമിതമായ ആക്രമണം മതി, കച്ചവടത്തെ ബാധിക്കും എന്നതുകൊണ്ടാണ്? എൻ്റെ പരിമിതമായ അറിവിൽ ഒരു 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, അമേരിക്കയുടെ തന്നെ 8ഓളം സൈനിക സ്ഥാപനങ്ങൾ, പട്ടാളക്കാർ ഗൾഫിലുണ്ട്, താവളങ്ങളുണ്ട്. അതുകൂടാതെ അവരുടെ വേറെ കച്ചവട സ്ഥാപനങ്ങളുമുണ്ട്. ഇറാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ താങ്ങിയാൽ ഞാൻ ആദ്യം പൂശുന്നത് തന്നെയായിരിക്കും. അത് ആ ലാംഗ്വേജ് തന്നെ പറഞ്ഞത്. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, അമേരിക്കയോട് എന്നും ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യയും UAEയും ഖത്തറും. അവരുടെ ഏറ്റവും വലിയ താവളോടെയാണ്. ഇവരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ എയർ സ്പേസ് നിങ്ങൾക്ക് ഇറാനെതിരെയുള്ള ഒരു പ്രവർത്തിക്കും ഞങ്ങൾ തരില്ല. UAE എപ്പോഴും ഉടക്കുണ്ടാക്കുന്ന രാജ്യമാണ് ഇറാൻ. എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ തരില്ല. അത് തൻ്റെ ഇടത്തോടെ പറഞ്ഞതും കൊണ്ടായിരിക്കാം ഇദ്ദേഹം ആദ്യത്തെ അറ്റാക്ക് ഡിലേ ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ മാതിരി വിമാനവാഹിനി കപ്പലുകളൊക്കെ ഇവിടെ വന്നത്. കാരണം നമുക്ക് ഒരു ലാൻഡ് നിന്നുകൊണ്ട് അടിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല. ഓർ ദേ ഹാഡ് ടു കം ഓൾ ദ വേ ഫ്രം ഇസ്രായേൽ. ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഫ്യൂവലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ കൂടെ നിൽക്കുന്ന സഖ്യരാജ്യങ്ങൾ പോലും ഇറാനെ ആക്രമിക്കാൻ അവർക്ക് താല്പര്യമില്ല. അതിന് റീസൺസ് പലതും ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇപ്പോഴും ഡിലേ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ ഈ സുപ്രീം കോടതി വിധിയുണ്ട്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ചിലപ്പോൾ അമേരിക്കയിലോട്ട് തിരിയേണ്ടതാണ്. ഇറാനോട് നിൽക്കട്ടെ, കപ്പലുകളൊക്കെ അവിടെ കിടക്കട്ടെ, കുറച്ചും കൂടി നീട്ടാം. മേ ബി മൈറ്റ് ഗീവ് അനദർ 30 days നിങ്ങൾ ആലോചിച്ചിട്ട് കാര്യം പറയും. കാരണം പുള്ളി അവിടെ തിരക്കായിരിക്കാനേ വഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു സാധനം. ഇറാനെ ഇപ്പോൾ ആക്രമിക്കാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇന്നലെ ഒരു അടി കിട്ടിയ കൊണ്ട് അതിൽ നിന്ന് കരകയറാനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോവുക. ഇനി കമ്മിങ് ബാക്ക് ടു ദി ബിസിനസ് ഓൺ ഹോർമസിൽ, ഞാൻ ഒരുപാട് ഇറാനിൽ യാത്ര ചെയ്ത ആളാണ്. ഞങ്ങൾ അവിടെ ഈ വനാമി ചെമ്മീൻ അവിടെ ഒരുപാടുണ്ട്. ഒരുപാട് പാടങ്ങളുള്ള സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇറാനിയൻ ഫുഡും ഇറാനിയൻ കൾച്ചറും പേർഷ്യൻ സംസ്കാരവും ഇതൊക്കെ ഉള്ളത്. അതിന് നമ്മളിവിടെ ഇരുന്ന് പറയുന്ന പല കാര്യങ്ങളും അല്ല അവിടെ. ദേ ആർ വെരി നൈസ് പീപ്പിൾ. ആൻഡ് നമ്മൾ ഇന്ത്യക്കാരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യൻ പല സിനിമകളും അവിടെ റിലീസ് ചെയ്യേണ്ട, ആരും അറിയുന്നില്ല. അറബിയ ലാംഗ്വേജിലും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്പീക്ക് ഉറുദു. ദേ ഓൾസോ സ്പീക്ക്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ്. കച്ചവടം ചെയ്യാനും വളരെ എളുപ്പമാണ്. മറ്റ് അറബി രാജ്യങ്ങളെ മാതിരിയല്ല ഇറാൻ. ഇന്ത്യക്കാരോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. വി വർ ബൈങ് ലോട്ട് ഓഫ് ഓയിൽ ഫ്രം ദം വെരി ചീപ്പ്, അല്ലേ? ടിൽ നൗ. ഈ അടുത്ത കാലത്ത് വരെ നമുക്ക് വിസ ഫ്രീ ആയിരുന്നു.
സാറിന് അറിയാമോ, ഞങ്ങൾക്ക് വിസ ഓൺ അറൈവലായിരുന്നു. അറൈവൽ ഈ അടുത്ത കാലത്ത് അത് പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പ്. കാരണം നമുക്ക് വേണ്ടാത്ത കുറേ ആൾക്കാർ അവിടെ പോയിട്ട് അങ്ങനെ ചെയ്തല്ലേ നമ്മൾ പരിശീലിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലും പിൻവലിച്ചിട്ടുണ്ട്. പക്ഷെ ഫോർ മീ ഇറാൻ, ഡൂയിങ് ബിസിനസ് വിത്ത് ഇറാൻ ഈസ് ഈസിയസ്റ്റ്. ആൻഡ് അവർ സാധാരണ നന്നായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഈ പിന്നെ കടലെടുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ ഇറാനും അത് ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ വേറൊരു എക്സ്പോർട്ട് നടക്കില്ല. ബിക്കോസ് ആ സംഘർഷത്തിൽ ഇറാന് പിന്നെ വിൽക്കാനുള്ള സ്പേസ് ഇല്ല. അവർക്ക് വേറെ ഏത് മാർഗത്തിൽ കൂടെയാണ് എക്സ്പോർട്ടുകൾ നടക്കുക, വേറെ രാജ്യങ്ങളിലേക്ക് പോവുക. അതുകൊണ്ട് അവരും പഠിക്കും. അപ്പോൾ ഒഴിഞ്ഞു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. പൊളിറ്റിക്കൽ പ്രശ്നങ്ങളല്ല, എക്കണോമിക്കലായിട്ട് അവർ ഭയങ്കര വീക്കാണ്, അതിന് യാതൊരു സംശയമില്ല. ബിക്കോസ് അവരുടെ വിനിമയം നോക്കിയാൽ വളരെ മോശമാണ്. അപ്പോൾ ഡോളറിൽ ഇപ്പോൾ ഒരു സാധനങ്ങൾ നടക്കുന്നില്ല. ഞാൻ പണ്ട് ഒരുപാട് ഡോളറിൽ കച്ചവടം ചെയ്താണ്. വി യൂസ് ടു ബൈ ലോട്ട് ഓഫ് ബനാമി, വി ബ്രിങ് ഇറ്റ് UAE, എന്നിട്ട് UAE നിന്നാണ് നമ്മൾ എല്ലാം റീപ്രോസസ് ചെയ്ത് ഞങ്ങൾ കയറ്റിക്കൊണ്ടിരുന്നതാണ് ഒരുപാട്. ഇപ്പം നടക്കില്ല, ബിക്കോസ് ഇറാനി സാങ്ഷൻ ഉള്ളത് കൊണ്ട് ഇറ്റ്സ് ഇമ്പോസിബിൾ. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഈ അമേരിക്കയുടെ ഈ തയ്യാറെടുപ്പൊക്കെ തന്നെ ഈ ഒരു ഒറ്റ കോടതി വിധിയോടുകൂടി പതുക്കെ പതുക്കെ വൈകിപ്പിക്കുന്നു എന്നല്ല മനസ്സിലാക്കുക. അതായത് ട്രംപ് ആയതുകൊണ്ട് കോമൺ സെൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. മാത്രമല്ല, അദ്ദേഹത്തിന് ഈ ഫ്രണ്ടൽ ലോബ് തലച്ചോറിന് തകരാറുണ്ടെന്ന് സൈക്യാട്രിസ്റ്റുകൾ ഒക്കെ വിലയിരുത്തിയിരിക്കുന്ന, ന്യൂറോളജിസ്റ്റുകളും ഒക്കെ വിലയിരുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം എല്ലായിടത്തും പോയാൽ ചുവപ്പ് പരവതാനി ഉണ്ടെങ്കിലും ചുവപ്പ് പരവതാനിയിൽ കൂടി അല്ല നടക്കുന്നത്. ഇങ്ങനെയാണ്. കളർ ബ്ലൈൻഡ് ആണ്. കളർ ബ്ലൈൻഡ് അല്ല, ടെമ്പറൽ ലോബില്ലേ, എനിക്ക് ഓർമ്മയുടെ ഒക്കെ കാര്യമൊക്കെ നിയന്ത്രിക്കുന്നത്. ഇയാളൊരു വാക്കിന്റെ ഇടയ്ക്ക് വെച്ചൊക്കെ നിന്ന് പോകുന്നുണ്ട്. ഒരു സെന്റൻസ് ഒക്കെ കോഹറൻസ് ഒന്നുമില്ല. റിസീവ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ചെന്ന് ഡാൻസ് കളിക്കുന്നത് അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ ജപ്പാനിൽ ചെന്നിട്ടും തകാഴ്ചയുടെ കൂടെ നടക്കേണ്ടതിന് പകരം പ്ലാറ്റ്ഫോമിലേക്ക് അവര് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പിന്നെ തകാഴ്ച ഇവിടുന്ന് ഇയാളുടെ അടുത്ത് പോയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാർ ട്രംപച്ചാന്റെ കൂടെ ഉണ്ടല്ലോ. അദ്ദേഹം മാത്രമല്ലല്ലോ തീരുമാനങ്ങൾ എടുക്കുക. അതെ, പക്ഷെ അവര് പലരും നമുക്കിപ്പോ വേണ്ട അച്ചായ എന്ന് പറയുന്നുണ്ട്, പക്ഷെ കേക്കില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു തകരാർ. ഈസ് ഫോർ ഇറാനിയൻ ഓയിൽ. ഇറാന്റെ ഓയിൽ കിട്ടണം. വെനിസ്വേലമാരി അത് കൈയടക്കണം. വെനിസ്വേലമാരി അത് പിടിച്ചു വെച്ചാൽ വെനിസ്വേലയും ഇറാനും ഇവരുടെ കൺട്രോളിൽ വന്നാൽ റഷ്യ അപ്പോൾ വീഴും. റഷ്യൻ ഓയിൽ വാങ്ങിക്കരുതെന്ന് പറഞ്ഞ് കടലാസ് എല്ലാവർക്കും അയച്ചാൽ റഷ്യ കനോട്ട് സെൽ ചെയ്യുന്നത്. സാർ, ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താ അറിയോ? വെനസ്വേലയിലെ ഈ ഭരണ മദൂറോയെ പുറത്താക്കിയ ശേഷം ട്രംപ് ഈ വലിയ എണ്ണ ഭീമന്മാരുണ്ടല്ലോ, ഇവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു വാഷിങ്ടണില്. ഈ എണ്ണ ഭീമൻ CEO പറഞ്ഞു, ഞങ്ങൾ വെനസ്വേലയിലേക്കില്ല. അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഞങ്ങൾക്ക് കച്ചവടവും പറ്റില്ല, ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റും പറ്റില്ല. അതൊരു ഇഷ്യൂ ആണ്. അപ്പൊ ഇറാനിലും എണ്ണ വേണമെന്നൊക്കെയുള്ള ശരി, പ്രൈവറ്റൈസ് ഇതൊരു പേഴ്സൺ സംസ്കാരവും ഒരു അറബിക് മെന്റാലിറ്റി ഉള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ഓണർഷിപ്പ് മസ്റ്റ് ബി വിത്ത് ദം, അല്ലെങ്കിൽ അവര് വെടിപൊട്ടിച്ചുകൊണ്ടേയിരിക്കും. ഇന്റേണലി ദേ ഹാവ് എ ലോട്ട് ഓഫ് ട്രൈബ്സ്. സാറിന് അറിയാലോ, ഈ ഇറാനിയൻ കൺട്രോൾ, ഐ മീൻ ദർ ആർ ലോട്ട് ഓഫ്, എല്ലാ വില്ലേജുകളിലും 3-4 ട്രൈബ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളുടെ തന്നെ, ഇപ്പൊ നമ്മുടെ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ക്രിസ്ത്യൻ പറഞ്ഞു, ഇപ്പൊ നമുക്ക് യാക്കോബയുണ്ട്, പിന്നെ മാർത്തോമയുണ്ട്, ലാറ്റിൻ ഉണ്ട്, റോമൻ കത്തോലിക് ഉണ്ടെന്ന് പറഞ്ഞ മാതിരി തന്നെ ഇതിനകത്ത് കുറേ വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളിൽ അവർ പരസ്പരം അടിച്ചു നിൽക്കുന്നവരാ, ഒരുമിച്ച് പോവില്ല. ഒരു ദേശീയതയിൽ മാത്രമാണ് അവർ വരുന്നത്. പക്ഷെ അവരൊക്കെ മോസ്റ്റ് ഇപ്പോഴും ഇപ്പം ഞങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരും അവർ ഒരു പാശ്ചാത്യ സംസ്കാരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഷായുടെ ഭരണകാലത്ത് ഇറ്റ്സ് ലൈക്ക് യൂറോപ്യൻ കൺട്രി അല്ലേ? അതുകൊണ്ടാണല്ലോ അടിച്ചു മാറ്റി ഈ ഖുമൈനി ആൾക്കാരൊക്കെ വന്നത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, സിനിജി ചോദിച്ചോണ്ട് ഇത് അവസാനിപ്പിക്കുമ്പോൾ, ലോകത്ത് നമ്മുടെ ഈ അധികാരം കൈയാളുന്ന ഏകാധിപതികളെ പറ്റിയൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടൊരു തിരിച്ചടി നാട്ടിൽ കിട്ടിയാൽ വേറൊരു സ്ഥലത്ത് അടി കൊടുത്ത് രക്ഷപ്പെടാനേ അവർ ശ്രമിക്കുള്ളൂ. അയാൾക്കൊരു അടി കിട്ടിയത് കൊണ്ട് അയാൾ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതായത് രാജ്യത്തെ അരാജകത്വം കൊണ്ട് അതിർത്തിയിൽ പോയി അടിക്കും. അതെ, ശ്രദ്ധ മാറ്റാൻ വേണ്ടി അടിക്കും. കാരണം
ചൈന നോക്കുക, മാവോയ്ക്ക് അവിടെ പാർട്ടിയുടെ അകത്ത് വിഭാഗീയത ഉണ്ടായപ്പോഴാണ് എല്ലാ 1962 ഇന്ത്യ അടിച്ചത് ആക്രമിച്ചു. എന്നുള്ള വിവരം നമുക്ക് ഇപ്പൊ അറിയാം. അന്ന് പാർട്ടിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ലായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പോഴും എൻ്റെ വെർഷൻ ഇതാണ്, ട്രംപ് കൂടെ നിൽക്കുന്നവരുടെ എല്ലാം കൊണ്ട് ഇൻഫ്ലുവൻസ് ആയിരിക്കാം. ദേ മെ നോട്ട് അറ്റാക്ക് നൗ ബിക്കോസ് കാലിൻ്റെ അടിയിലെ മണ്ണ് ഊരാൻ തുടങ്ങി ഇന്നലെ രാത്രി കൊണ്ട്. അവിടെ അല്ലേ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ല, അയാൾ അവിടെ നമുക്കിപ്പോ സർവേ വന്നു ഉടനെ ഇയാളെ 70% അമേരിക്കക്കാർക്കും വേണ്ട. അതെ, ഇത്തരം സംഭവങ്ങൾ വരുമ്പോഴാണ് ഈ എല്ലാ ഏകാധിപതികളും ഭീരുക്കളും ശ്രദ്ധ മാറ്റാൻ അങ്ങനെ ചെയ്യും, അതിർത്തിയിലോട്ട് നീങ്ങും എന്ന് പറഞ്ഞ് ആരോ ഒരു ചാണക്യ തന്ത്രങ്ങളിലൊന്നാണ് അല്ലേ അത്. അത് വെച്ച് പൂശും അച്ചായൻ. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യക്കും പ്രശ്നമാണ്. അല്ലേ, പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുന്ന ഏത് പ്രശ്നങ്ങളും നമ്മളെ എഫക്റ്റാണ്. കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതമാണ് ഗൾഫിലുള്ളത്. ഇപ്പം ഇൻക്ലൂഡിങ് UAE-യും ഇറാനും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന രാജ്യങ്ങളതെല്ലാം. അവിടെ ഒരു യുദ്ധം എന്ന് പറയുന്നത് യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഇമ്പാക്ട് ഓൺ ഇന്ത്യ, എസ്പെഷ്യലി കേരള. അങ്ങനെ വരാതിരിക്കട്ടെ. ഞാൻ വീണ്ടും പോയി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അച്ചായന് ഇന്നലെ വെടി കൊണ്ടു, അതേമാതിരി ഇത് വേറൊരു വെടി കൊള്ളട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ പശ്ചിമേഷ്യയിലെ US താവളങ്ങളെ ലക്ഷ്യമിടുന്ന ഇറാൻ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്. പക്ഷെ അവിടെയും ഇതാണ്, അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. നമ്മള് മലയാളികൾ ഉൾപ്പെടെ അങ്ങനെയൊക്കെ ആക്രമിച്ചാൽ ലോട്ട് ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ദർ, മലയാളികൾ ഉൾപ്പെടെ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.